കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട രസകരമായൊരു ചടങ്ങുണ്ട്, ഹൽവ സെറിമണി. ബജറ്റ് ഒരുക്കങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ധനകാര്യ മന്ത്രാലയം ദീർഘകാലമായി തുടർന്നു വരുന്നൊരു ചടങ്ങാണിത്. അതായത് ബജറ്റിന് മുന്നോടിയായി കേന്ദ്ര ധനമന്ത്രി ധനകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർക്ക് ഹലുവ വിതരണം ചെയ്യും. മധുരം വിതരണം ചെയ്ത ശുഭകരമായ കാര്യം ആരംഭിക്കുക എന്ന ആശയത്തിൽ നിന്നാണ് ബജറ്റ് അച്ചടിക്കുന്നതിന് മുന്നോടിയായി ഹലുവ വിളമ്പുന്നത്. എല്ലാ ബജറ്റ് രേഖകളുടെയും പ്രിന്റിംഗ് ആരംഭിക്കുന്നത് ഈ ഹലുവ ചടങ്ങിന് ശേഷമാണ്. ധനമന്ത്രിയും മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും ബജറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള മറ്റ് ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുക്കും. നോർത്ത് ബ്ലോക്കിലെ ധനമന്ത്രാലയത്തിന്റെ ആസ്ഥാനത്തുള്ള പ്രത്യേക ബജറ്റ് പ്രസ്സിലാണ് ഈ ചടങ്ങ് സംഘടിപ്പിക്കുക. ഹലുവ ചടങ്ങിന് ശേഷം കേന്ദ്ര ബജറ്റ് തയ്യാറാക്കുന്നതിലും അന്തിമരൂപം നൽകുന്നതിലും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഏകദേശം 70ഓളം ഉദ്യോഗസ്ഥർ ലോക്ക് ഇൻ കാലയളവിലും പ്രവേശിക്കും. ഈ ഘട്ടത്തിൽ ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതുവരെ പുറം ലോകവുമായുള്ള എല്ലാ ആശയവിനിമയങ്ങളിൽ നിന്നും അവർ വിട്ടുനിൽക്കണം. നികുതി നിർദ്ദേശങ്ങൾ, ചെലവ് വിഹിതങ്ങൾ, നയ നടപടികൾ എന്നിവയുൾപ്പെടെയുള്ള രാജ്യത്തിന്റെ സാമ്പത്തിക വിവരങ്ങളുടെ ചോർച്ച തടയാനാണ് ഈ നടപടി. കഴിഞ്ഞ വർഷങ്ങളിൽ ബജറ്റ് ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റിയതിനാൽ ലോക്ക് ഇൻ കാലയളവ് ചുരുക്കിയിട്ടുണ്ട്. മുൻകാലങ്ങളിലേതിന് സമാനമായി വൻതോതിൽ ബജറ്റ് അച്ചടിക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ല. എങ്കിലും ഔദ്യോഗിക ആവശ്യങ്ങൾക്കും ആർക്കൈവ് ആവശ്യങ്ങൾക്കുമായി നൂറുകണക്കിന് ഹാർഡ് കോപ്പികൾ ഇപ്പോഴും അച്ചടിക്കുന്നു. ബജറ്റ് പ്രസംഗം പൂർത്തിയാകുന്നതുവരെ ഇതിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥർ മന്ത്രാലയത്തിനുള്ളിൽ തന്നെ തുടരും. അതിനുശേഷം മാത്രമേ വീട്ടിലേക്ക് പോകാൻ അനുവാദമുള്ളൂ. കഴിഞ്ഞ വർഷം ധനകാര്യ മന്ത്രാലയം കർത്തവ്യ ഭവനിലേക്ക് പ്രവർത്തനങ്ങൾ മാറ്റിയെങ്കിലും പുതിയ സ്ഥലത്തെ പരിമിതികൾ കാരണം കേന്ദ്ര ബജറ്റ് നോർത്ത് ബ്ലോക്ക് പ്രസ്സിൽ തന്നെയാണ് അച്ചടിക്കുക. കർത്തവ്യ ഭവനിൽ പുതിയ മെഷീനുകൾ സ്ഥാപിക്കുകയും പരീക്ഷണങ്ങൾ നടക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും സമയബന്ധിതവും രഹസ്യ രീതിയിലുള്ളതുമായ അച്ചടി ഉറപ്പാക്കാൻ നോർത്ത് ബ്ലോക്ക് പ്രസ് തന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഹൽവ ചടങ്ങോടെ ബജറ്റ് പ്രക്രിയ ഔദ്യോഗികമായി അതിന്റെ സമാപന ഘട്ടത്തിലേക്ക് നീങ്ങും. ഫെബ്രുവരി 1 പാർലമെന്റിൽ ധനമന്ത്രിയുടെ കേന്ദ്ര ബജറ്റ് അവതരണത്തിന് വേദിയൊരുങ്ങും.